നമസ്കാരം. എല്ലാവർക്കും അലിഗ്രോ മാത്തിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. എന്റെ പേര് അരൂപ് എന്നാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 2024 നടക്കാൻ പോകുന്ന LGS പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്. അപ്പോൾ LGS പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ. അപ്പോൾ ഒരുപാട് പഴയതൊന്നുമല്ല. 2024 കഴിഞ്ഞ മാസം നടന്ന മെയ് മാസം നടന്ന LGS ലെവലിലുള്ള PSC ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള 20 മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ചോദ്യം ഇങ്ങനെയാണ്: ഒരാൾ 650 രൂപയ്ക്ക് വാങ്ങിയ തേങ്ങകൾ 598 രൂപയ്ക്ക് വിൽക്കുന്നു എങ്കിൽ നഷ്ടശതമാനം എത്ര എന്നാണ് കണ്ടുപിടിക്കുക. ഒന്നും കൂടെ, ഒരാൾ 650 രൂപയ്ക്ക് കുറച്ച് തേങ്ങ വാങ്ങി എന്നാ പറഞ്ഞിരിക്കുന്നത്. 598 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ നഷ്ടശതമാനം എത്ര എന്നാണ്. സിമ്പിൾ ചോദ്യമാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു ചോദ്യ പേപ്പർ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാ ചോദ്യങ്ങളും വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ നമ്മൾ വലിയ രീതിയിലൊന്നും എക്സ്പെക്ട് ചെയ്യണ്ട. LGS ലെവലിലുള്ള ചോദ്യങ്ങളെല്ലാം അങ്ങനെ ഒരു പരിധിക്ക് അപ്പുറം ഭയങ്കര ടഫായിട്ടൊന്നും ചോദിക്കത്തൊന്നുമില്ല. ഇനി അഥവാ വന്നാൽ തന്നെ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ മെന്റൽ എബിലിറ്റിയിലൊക്കെ കുറച്ച് കറങ്ങുന്ന ക്വസ്റ്റ്യൻസ് ഇടത്തേ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസവും ഇന്നലെയും നമ്മൾ ഈ LGS ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചെയ്തതാണ്. എല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് രണ്ട് ചോദ്യങ്ങൾ മാത്രമേ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ പറഞ്ഞു വരാം. ഒരാൾ 650 രൂപയ്ക്ക് വാങ്ങിയ തേങ്ങകൾ 598 രൂപയ്ക്ക് വിൽക്കുന്നുവെങ്കിൽ നഷ്ടശതമാനം എത്ര എന്നാണ്. അപ്പോ നഷ്ടശതമാനം അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നഷ്ടശതമാനം എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചാൽ, നഷ്ടശതമാനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അങ്ങ് മനസ്സിലായിക്കോണേ. വ്യത്യാസം 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 ഡിവൈഡഡ് ബൈ വലിയ സംഖ്യ വലിയ വലിയ സംഖ്യ വലിയ സംഖ്യ ഇൻറ്റു 100 എന്നാണ്. അപ്പൊ ഒന്നും കൂടെ, നഷ്ടശതമാനം എങ്ങനെ പറയണം? വ്യത്യാസം ഡിവൈഡഡ് ബൈ വലിയ, നഷ്ടങ്ങൾ എപ്പോഴും വലുതായിരിക്കും എന്ന് പറഞ്ഞ് കണക്ട് ചെയ്ത് പഠിച്ചാൽ താഴെ വലിയ സംഖ്യയാണ് വരുന്നത് കേട്ടോ. അപ്പൊ വ്യത്യാസം ഡിവൈഡഡ് ബൈ വലിയ സംഖ്യ ഇൻറ്റു 100 എന്നാണ്. വ്യത്യാസം ഡിവൈഡഡ് ബൈ വലിയ സംഖ്യ ഇൻറ്റു 100. വേറെ ഒന്നുമില്ല, വാങ്ങിയ വിലയും വിറ്റ വിലയും തമ്മിലുള്ള വ്യത്യാസം എടുക്കണം. ഡിവൈഡഡ് ബൈ ആ കൂട്ടത്തിൽ വാങ്ങിയ വിലയിലും വിറ്റ വിലയിലും വലിയ സംഖ്യ. ഇനി വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെയും പറയാറുണ്ട് ചിലവര്, നഷ്ടം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100 എന്ന് പറയാറുണ്ട്. ഒന്നുകൂടെ, എങ്ങനെയാണ്? നഷ്ടം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100. വേണ്ട, ഇങ്ങനെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക. നഷ്ടശതമാനമാണോ വ്യത്യാസം ഡിവൈഡഡ് ബൈ വലിയ സംഖ്യ ഇൻറ്റു 100 എന്നാണ്. പറഞ്ഞു വരാം. ഇവിടുത്തെ വ്യത്യാസം 650ഉം 598 തമ്മിലുള്ള വ്യത്യാസം, 650ഉം 598 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 52 ആണ് അല്ലെ? 52 ഡിവൈഡഡ് ബൈ വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 650 ആണ്. 650 ഇൻറ്റു എന്ത് ചെയ്താൽ മതി? 100 ചെയ്താൽ മതി. ഓക്കെ ആണോ? അപ്പോൾ വ്യത്യാസമായ 52 മേളിൽ എഴുതി, വലിയ സംഖ്യ 650 താഴെ എഴുതി, ഇൻറ്റു 100 ചെയ്താൽ മതി. ശരി, ആദ്യമേ തന്നെ ഞാൻ പൂജ്യവും പൂജ്യവും വെട്ടിക്കളഞ്ഞു. വീണ്ടും ഈ 65ഉം 52ഉം എങ്ങനെ വെട്ടുമെന്ന് ചോദിച്ചാൽ 13ന്റെ ടേബിളിലുള്ളതാണ് കേട്ടോ. 52-ല് 13 4 പ്രാവശ്യമുണ്ട്. 4 പ്രാവശ്യം. 65-ല് 13 5 പ്രാവശ്യമുണ്ട്. അപ്പൊ നമുക്ക് 13 കൊണ്ട് വെട്ടാൻ പറ്റും 52നെയും 65നെയും. 52-ല് 13 4 പ്രാവശ്യമുണ്ട്. 65-ല് 13 5 പ്രാവശ്യമുണ്ട്. വീണ്ടും 5-ൽ 5 ഒരു പ്രാവശ്യം. 10-ല് 5 2 പ്രാവശ്യമുണ്ട്. 2 × 4 നമുക്ക് കിട്ടും. നഷ്ടശതമാനം എന്ന് പറഞ്ഞാൽ 8% നഷ്ടം എന്ന് പറഞ്ഞിട്ടും 8% നഷ്ടം എന്ന് പറഞ്ഞിട്ടും. ഓക്കെ അല്ലേ? അപ്പോ ഇതിനകത്ത് വാല്യൂസ് ഒരു നല്ല രീതിയിൽ നമുക്ക് വെട്ടാൻ അറിയാമെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? 52ഉം 65ഉം ഒക്കെ തമ്മിൽ നമുക്ക് വെട്ടാൻ അറിയണം. 13ന്റെ ഗുണിതങ്ങൾ വരുന്നതാണ് 52. അപ്പൊ 13ന്റെ ടേബിൾ ഒന്ന് ഓർമ്മിച്ചിരുന്നോളാം. 13 26 39 52 65 78 എന്ന് പറഞ്ഞു പോകുന്നതാണ് 13ന്റെ ഗുണിതങ്ങൾ എന്ന് പറയുന്നത്. പുറത്തു നിന്നോളേ. അടുത്ത ചോദ്യം. ബോട്ട്മാസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. നമുക്കറിയാം ബോട്ട്മാസ് റൂൾ അനുസരിച്ച് അല്ലെ? ബോട്ട്മാസിൽ ആദ്യം ബ്രാക്കറ്റിനകത്താണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് അല്ലെ? ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റിനകത്തുള്ളത് ക്രിയേറ്റ് ചെയ്യണം. ഇനി ഓഫ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഡിവിഷൻ, ഹരണം ചെയ്യണം. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, ഗുണനം ചെയ്യണം. പിന്നെ അഡിഷൻ അല്ലെങ്കിൽ കൂട്ടണം. പിന്നീട് എന്ത് ചെയ്യണം? കുറയ്ക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പൊ ഇവിടെ ബ്രാക്കറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ബ്രാക്കറ്റിന് ഉള്ളിലുള്ളത് ക്രിയേറ്റ് ചെയ്യണം അല്ലെ? വീണ്ടും ബ്രാക്കറ്റിനുള്ളിൽ ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് ബ്രാക്കറ്റിനകത്ത് വീണ്ടും ഒരു ബ്രാക്കറ്റ് ഉണ്ടോ എന്ന് നോക്കണം. ബ്രാക്കറ്റ് ഇല്ല. പിന്നെ ബ്രാക്കറ്റിനകത്തുള്ളത് ഓഫ് ഇല്ല. പിന്നെ വരുന്നത് ഡിവിഷൻ ആണ് അല്ലെ? അപ്പൊ നമ്മൾ ഈ ഡിവിഷൻ നമ്മൾ ആദ്യം ചെയ്യണം. 18 ÷ 6 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. 18 ÷ 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ആണ് അല്ലെ? നമുക്ക് പറഞ്ഞു വരാം. ഇവിടെ 18 ഉണ്ട്. ഡിവൈഡഡ് ബൈ ബ്രാക്കറ്റിനുള്ളിൽ 2 അല്ലേ? ആദ്യം ഡിവിഷൻ അല്ലേ ചെയ്യേണ്ടത്? 18 ÷ 6 ചെയ്യുമ്പോൾ 18 ÷ 6 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3 എന്ന് കിട്ടും. അപ്പൊ അതിന് പകരം 3 എഴുതി കൊടുത്തു. -5. ഓക്കെയാണ്. വീണ്ടും 18 ഡിവൈഡഡ് ബൈ ഹരണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ഗുണനമല്ലേ ചെയ്യേണ്ടത്? ബ്രാക്കറ്റിനകത്ത് പിന്നെ എന്താ ഉള്ളത്? 2 × 3 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും 6 എന്ന് കിട്ടും. 6 - 5. വീണ്ടും 18 ഡിവൈഡഡ് ബൈ 6 - 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1. അടുത്തെന്താണ്? ഇനി ഒരു ക്രിയ കൂടെ ഉള്ളൂ. 18 ഡിവൈഡഡ് ബൈ 1 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും നമ്മുടെ ആൻസർ 18 എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ 18 എന്ന് പറയാം. ഓക്കെ അല്ലേ? സിമ്പിൾ ചോദ്യമാണ്. ബോട്ടം മാസമായിട്ട് റിലേറ്റ് ചെയ്ത ചോദ്യമാണ്. ആദ്യം നമ്മൾ ബ്രാക്കറ്റിനകത്തുള്ള നമ്മൾ ചെയ്യണം. പിന്നീട് എന്ത് ചെയ്യണം? ബ്രാക്കറ്റിന് വെളിയിലുള്ള ക്രിയകൾ ചെയ്യണം. ഓക്കെ അല്ലേ? ചോദ്യം നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ ചെയ്ത പോലത്തെ ഒരു ചോദ്യമാണ്. ഒരു ബസിന്റെ വേഗത 52 km/h ആണെങ്കിൽ 6 മണിക്കൂറിൽ ബസ് സഞ്ചരിക്കുന്നത് എത്ര എന്നാണ്? ഒന്നും കൂടെ, ബസിന്റെ വേഗത തന്നിട്ടുണ്ട് 52 km/h എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിൽ 52 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ. അപ്പൊ ഒന്നും കൂടെ, 52 km/h എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? 1 മണിക്കൂറിൽ 52 കിലോമീറ്റർ സഞ്ചരിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ 6 മണിക്കൂറിൽ എത്ര കിലോമീറ്റർ സഞ്ചരിക്കും എന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? ഈ 52നെ 1 മണിക്കൂർ 52 എങ്കിൽ 6 മണിക്കൂറിൽ എത്രയായിരിക്കും? 52 × 6. പരിപാടി കഴിഞ്ഞു. അപ്പൊ ഒന്നും കൂടെ എങ്ങനെയാണ് ചെയ്യേണ്ടത്? 52 km/h എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം എന്താ സംഭവം? 1 മണിക്കൂറിൽ 52 കിലോമീറ്റർ സഞ്ചരിക്കുമെന്നാണ്. അപ്പൊ 1 മണിക്കൂറിൽ 52 കിലോമീറ്റർ സഞ്ചരിച്ചാൽ 6 മണിക്കൂറിൽ എത്ര കിലോമീറ്റർ സഞ്ചരിക്കുന്ന കണക്കാക്കാൻ എന്ത് ചെയ്താൽ മതി? 52നെ 6 കൊണ്ട് ഗുണിച്ചാൽ മതി. പരിപാടി കഴിഞ്ഞു. ഗുണിച്ചു നോക്കാം. 52 × 6. മനസ്സിൽ ചെയ്യുന്നവർക്ക് മനസ്സിൽ ചെയ്യാം, അല്ലാത്തവർക്ക് ഗുണിച്ച് ചെയ്യാം. 52 × 6 ചെയ്യുമ്പോൾ 2 × 6 എന്ന് പറഞ്ഞാൽ 12 എന്ന് കിട്ടും. 1. 5 × 6 എന്ന് പറഞ്ഞാൽ 30. 30ഉം ഈ 1ഉം കൂടെ ചേർന്ന് നമുക്ക് 31 കിട്ടും. നമുക്ക് പറയാം 312 കിലോമീറ്റർ. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി 312 കിലോമീറ്റർ എന്ന് പറയാൻ പറ്റും. 312 കിലോമീറ്റർ. ഓക്കെയാണ്. സിമ്പിൾ അല്ലേ? അപ്പൊ നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ ഇതേപോലത്തെ ഒരു പരിപാടി ചെയ്തു. അത് 15 മിനിറ്റിന്റെ കാര്യം ചോദിച്ചു. അപ്പൊ നമ്മൾ അതിന്റെ 4/1 നമ്മൾ ചെയ്തു. അതേപോലെ തന്നെയാണ് ഇവിടേക്ക് നമ്മൾ പറയാൻ പോകുന്നതാണ്. 1 മണിക്കൂറിൽ 52 കിലോമീറ്റർ സഞ്ചരിക്കും. അങ്ങനെയാണെങ്കിൽ 6 മണിക്കൂറിൽ എത്ര കിലോമീറ്റർ സഞ്ചരിക്കും? സിമ്പിൾ ആയിട്ട് പറയാം. നമുക്ക് കിട്ടും 312 കിലോമീറ്റർ എന്ന് പറയാം. ചോദ്യം 1 മുതൽ 9 വരെയുള്ള സംഖ്യകളുടെ തുക എത്രയെന്നാണ്? 1 മുതൽ 9 വരെയുള്ള സംഖ്യകൾ എന്ന് പറയുമ്പോൾ അത് എണ്ണൽ സംഖ്യകളാണ്. 1 മുതൽ 9 വരെയുള്ള സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 1 മുതൽ 9 വരെയുള്ള അല്ലെങ്കിൽ 9 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക എത്രയാണ്? നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ n × n+1 n × n+1 ഡിവൈഡഡ് ബൈ 2 എന്നല്ലേ? ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക. അതേപോലെ ആദ്യത്തെ 9 എണ്ണൽ സംഖ്യകളുടെ തുക നമ്മൾ എങ്ങനെ പറയും? 9 × 9+1 അതായത് 10 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. 2ൽ 2 ഒരു പ്രാവശ്യം, 10ൽ 2 5 പ്രാവശ്യം. 9 × 5 നമുക്ക് കിട്ടും 45 എന്ന് പറയും. കിട്ടും 45. അപ്പോ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി 45 എന്ന് പറയാം. അപ്പോ ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക n × n+1 ഡിവൈഡഡ് ബൈ 2 ആണ്. n ന്റെ സ്ഥാനത്ത് 9 ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ആൻസർ 49. ചോദ്യം എങ്ങനെ ഫീൽ ചെയ്യുന്നു? ചോദ്യങ്ങളെല്ലാം എളുപ്പമല്ലേ? വേറെ വിഷയമൊന്നുമില്ലല്ലോ. അത്യാവശ്യം എളുപ്പമുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. കൂട്ടത്തിൽ പെടാത്തത് ഏതെന്നാണ്? ഏതൊക്കെയാ? ത്രികോണം, സമചതുരം, ചതുരം, ലംബകം. പറ, നിങ്ങളുടെ മനസ്സിൽ എന്ത് തോന്നുന്നു? പറയാം. എന്ത് തന്നെയാണ്? വേറെ തിരിഞ്ഞും പിരിഞ്ഞും നോക്കണ്ട, ത്രികോണം തന്നെയാണ്. അപ്പൊ ഇതിനകത്ത് ബാക്കിയുള്ളതിന്റെ പ്രത്യേകത എന്താണ്? ബാക്കിയെല്ലാം 4 വശങ്ങളുള്ള ഫിഗറുകളാണ് അല്ലേ? സമചതുരമാണെങ്കിലും 4 വശമല്ലേ? ചതുരമാണെങ്കിലും റെക്ടാംഗിൾ ആണെങ്കിലും എന്താണ്? 4 വശമാണ്. ലംബകം എന്ന് പറഞ്ഞാൽ ട്രപ്പീസിയം എന്നാണ്. ട്രപ്പീസിയം അതും എന്ത് തന്നെയാണ്? 4 വശമുള്ള സാധനം അല്ലെ? 4 വശമുള്ള. അപ്പൊ ഈ ലംബകത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ
എതിർവശങ്ങളും സമാന്തരമായിരിക്കും അല്ലെ? ഒരു ജോഡി എതിർവശങ്ങൾ സമാന്തരമായിരിക്കും. അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്. കുഴപ്പമില്ല. 4 വശമുള്ള സാധനമാണ്. അത് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ട്രപ്പീസിയം എന്നാ പറയുന്നത്, ലംബകം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് 3 വശമുള്ള ത്രികോണത്തിന് മാത്രമാണ്. അപ്പൊ കൂട്ടത്തിൽ പെടാത്തത് എന്ത് തന്നെയാണ്? ത്രികോണം തന്നെയാണ്. ചോദ്യം വീണ്ടും, ഒരു സമചതുരത്തിന്റെ പരപ്പളവ് 289 ചതുരശ്ര മീറ്റർ ആയാൽ ഒരു വശം എത്രയാണ്? അപ്പൊ ഒരു സമചതുരത്തിന്റെ പരപ്പളവ്, ഒരു സ്ക്വയറിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എത്രാൻ തന്നിട്ടുണ്ട്? 289 തന്നിട്ടുണ്ട്. അപ്പോഴേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സമചതുരത്തിന്റെ വശങ്ങൾ എ ആണെങ്കിൽ, അല്ലെ, എ വീതമാണെങ്കിൽ സമചതുരത്തിന്റെ വശങ്ങളെല്ലാം തുല്യമായിരിക്കും. അതിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ സ്ക്വയർ എന്നാണ്. എ സ്ക്വയർ എന്നാണ്. അപ്പോൾ സമചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ എന്നാണ്. അപ്പൊ ഈ എ സ്ക്വയർ എത്രയും തന്നിട്ടുണ്ട്? 289. അപ്പൊ നമുക്ക് ഒരു വശം കാണണമെങ്കിൽ എ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? സ്ക്വയർ റൂട്ട് ഓഫ് 289. 289ന്റെ സ്ക്വയർ റൂട്ട്. ഇത് നമ്മളെ പഠിക്കാനുള്ള ജോമെട്രി എന്ന് പറഞ്ഞ ടോപ്പിക് ഇല്ല. പക്ഷെ ഇവര് കണക്ട് ചെയ്തിരിക്കുന്ന ഏതുമായിട്ടാണ്? വർഗം വർഗമൂലം എന്ന് പറഞ്ഞ ടോപ്പിക്ക് നമുക്ക് അതിനകത്തുണ്ട്. LGSനകത്ത് വർഗം വർഗമൂലം എന്നുള്ളത് പഠിക്കാനുണ്ട്. അപ്പം അപ്പം ബേസിക് ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു 7ാം ക്ലാസ്സിനുള്ളിൽ നമ്മൾ പഠിക്കുന്നതാണ് സമചതുരത്തിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് പറയാം, ഒരു വശം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? അതിന്റെ സ്ക്വയർ റൂട്ട് എടുത്ത് കൊടുത്താൽ മതി. ആരുടെ സ്ക്വയർ റൂട്ടാ? 289 എന്ന് പറഞ്ഞാൽ 17ന്റെയാണ്. 17ന്റെ. അപ്പൊ നമുക്ക് പറയാം, ഒരു വശം എന്ന് പറഞ്ഞാൽ 17 മീറ്റർ എന്ന് പറയും. 17 മീറ്റർ. ഓക്കെ അല്ലേ? അപ്പൊ അത് നിങ്ങളെ മനസ്സിൽ ഇരുന്നോട്ടെ. 289 പെട്ടെന്ന് മനസ്സിൽ വരണം. ആരുടെ സ്ക്വയർ ആണ്? 17ന്റെ സ്ക്വയർ ആണ് കേട്ടോ. 17ന്റെ സ്ക്വയർ ആണ് 289. അപ്പൊ 289ന്റെ സ്ക്വയർ റൂട്ട് പറയുമ്പോൾ നമുക്ക് കിട്ടും 17 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. ചോദ്യം നമ്മൾ ഇതേപോലത്തെ ഒരു ചോദ്യം ഇന്നലെയും ചെയ്തു, അല്ലെ? കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നിങ്ങൾ ചെയ്തു. മകന്റെ പ്രായത്തിന്റെ 3 ഇരട്ടിയാണ് ഇപ്പോൾ അച്ഛന്റെ പ്രായം. അപ്പോ ഇവിടെ ഒരു മകനുണ്ട്, സണ്ണുണ്ട്, ഫാദറുണ്ട്. അപ്പൊ ഒന്നും കൂടെ, മകന്റെ പ്രായത്തിന്റെ 3 ഇരട്ടിയാണ് ഇപ്പോൾ അച്ഛന്റെ പ്രായം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 10 വർഷം കഴിഞ്ഞ് മകന്റെ പ്രായത്തിന്റെ ഇരട്ടിയാകും അച്ഛന്റെ പ്രായമെങ്കിൽ മകന്റെ ഇപ്പോഴത്തെ പ്രായം എത്ര? മകന്റെ ഇപ്പോഴത്തെ പ്രായം. മകന്റെ ഇപ്പോഴത്തെ പ്രായം എത്ര? ശരി, മകന്റെ ഇപ്പോഴത്തെ പ്രായം നമുക്ക് 30 എന്ന് പറഞ്ഞെടുക്കാം. 30 വെച്ചു. മകന്റെ ഇപ്പോഴത്തെ പ്രായം 30 വെച്ചു. 30 വെച്ചു. നമുക്ക് ചോദ്യത്തിൽ നിന്ന് വായിച്ചു വരാം, ഓപ്ഷനിൽ നിർത്തി ചെയ്യാം. മകന്റെ പ്രായത്തിന്റെ 3 ഇരട്ടിയാണ് ഇപ്പോൾ അച്ഛന്റെ പ്രായം. അപ്പൊ അച്ഛന്റെ പ്രായം എന്ന് പറയുമ്പോൾ 30ന്റെ 3 ഇരട്ടി എന്ന് പറയുമ്പോൾ എത്രാന്ന് കിട്ടും? 90 എന്ന് പറഞ്ഞു. ഇനി 10 വർഷം കഴിഞ്ഞ് മകന്റെ പ്രായത്തിന്റെ ഇരട്ടിയാകുമെന്നാ പറഞ്ഞിരിക്കുന്നത്. 10 വർഷം കഴിയുമ്പോൾ മകൻ എന്ത് സംഭവിക്കും? മകൻ 30 വയസ്സായിരിക്കുന്ന മകൻ 40 ആകും. ഈ പറഞ്ഞ 90 വയസ്സായിരിക്കുന്ന അച്ഛൻ എത്രയായിട്ടങ്ങ് മാറും? 100 ആയിട്ട് മാറും. അപ്പൊ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 10 വർഷം കഴിഞ്ഞ് മകന്റെ പ്രായത്തിന്റെ ഇരട്ടിയാകും എന്നല്ലേ? ആയോ? മകന്റേത് ഇപ്പം 40 അല്ലേ? 40ന്റെ ഇരട്ടി 80 പക്ഷെ ഇവിടെ കിട്ടിയതോ 100 എന്ന് പറഞ്ഞാണ് കിട്ടിയത്. 100 എന്ന് പറഞ്ഞാണ് കിട്ടിയത്. എന്ന് പറഞ്ഞാൽ മകന്റെ ഇപ്പോഴത്തെ പ്രായം 30 അല്ല, അല്ലേ? അപ്പൊ ഓപ്ഷൻ എ അല്ല. ഇനി നമുക്ക് ഓപ്ഷൻ ബി നമുക്ക് പതുക്കെ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ മകനുണ്ട്, അച്ഛനുണ്ട്. പറഞ്ഞിരിക്കുന്നത് എന്താണ്? മകന്റെ ഇപ്പോഴത്തെ പ്രായം നമ്മൾ 20 എന്ന് പറഞ്ഞെടുക്കണമെങ്കിൽ മകന്റെ പ്രായത്തിന്റെ 3 ഇരട്ടിയാണ് ഇപ്പോൾ അച്ഛന്റെ പ്രായം എന്നല്ലേ? 20ന്റെ 3 ഇരട്ടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്രയാണ്? 60. ഇനി 10 വർഷം കഴിയുമ്പോൾ മകൻ എന്ത് സംഭവിക്കും? മകന്റെ പ്രായം എത്രയായിട്ട് മാറും? 30 മാറും. അച്ഛന്റെ പ്രായം 10 വർഷം കഴിയുമ്പോൾ എത്രയായിട്ട് മാറും? 70 മാറും. 10 വർഷം കഴിയുമ്പോൾ മകന്റെ പ്രായത്തിന്റെ ഇരട്ടിയായോ? 30ന്റെ ഇരട്ടിയാണോ 70? അല്ല, 30ന്റെ ഇരട്ടി 60. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം എന്തും അല്ല, ഓപ്ഷൻ ബിയും അല്ല. വീണ്ടും പറഞ്ഞു വരാം, മകനുണ്ട്, അച്ഛനുണ്ട്, സണ്ണും ഫാദറും ഉണ്ട്. ഇപ്പൊ മകന്റെ പ്രായം 10 ആണെങ്കിൽ നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? മകന്റെ പ്രായത്തിന്റെ 3 ഇരട്ടിയാണ് അച്ഛന്റെ എന്നല്ലേ? അപ്പൊ 10ന്റെ 3 ഇരട്ടി എന്ന് പറയുമ്പോൾ എത്രയാണ്? 10ന്റെ 3 ഇരട്ടി എന്ന് പറയുമ്പോൾ 30. ഇനി 10 വർഷം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. മകന്റെ പ്രായം 10 വർഷം കഴിയുമ്പോൾ അത് 20. 10 വർഷം കഴിയുമ്പോൾ അച്ഛന്റെ പ്രായം എത്രയായി? യെസ്, 40. പറയാം, 10 വർഷം കഴിയുമ്പോൾ മകന്റെ പ്രായത്തിന്റെ ഇരട്ടിയാകുന്നല്ലേ? മകന് 10 വർഷം കഴിയുമ്പോൾ 20. അച്ഛന് അതിന്റെ ഇരട്ടി എത്രയായി? അതിന്റെ ഇരട്ടി എത്ര കിട്ടി? 40 എന്ന് പറഞ്ഞ് കിട്ടി. ഉറപ്പിച്ച് പറയാം, നമ്മുടെ ആൻസർ ഓപ്ഷൻ സി. ഓപ്ഷൻ സി, മകന്റെ ഇപ്പോഴത്തെ പ്രായം എന്ന് പറയുന്നത് എന്താണ്? 10 വയസ്സാണ്. 10 വയസ്സാണ്. ക്ലിയർലി? അപ്പൊ ഇതേപോലെ ഒരു ചോദ്യം തന്നെയാണ് കഴിഞ്ഞ ദിവസം വന്ന LGS, ഈ ആഴ്ച നടന്ന LGS പരീക്ഷയ്ക്ക് വന്നത്. വേറെ വിഷയമൊന്നുമില്ല. ഈ പറഞ്ഞ വയസ്സുമായിട്ട് ബന്ധപ്പെട്ട ഏത് ചോദ്യം വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓപ്ഷനുമായിട്ട് കണക്ട് ചെയ്ത് തിരിച്ച് ചോദ്യമായിട്ട് മാപ്പ് ചെയ്ത് നമുക്ക് ആൻസർ നോക്കാൻ പറ്റും. ചോദ്യം യെസ്.
2, 4, 5 എന്നീ സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായി ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഇതാണ്. 2, 4, 5 എന്നീ സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായി ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്നാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താ കണ്ടുപിടിക്കേണ്ടത്? മനസ്സിൽ പറ, പെട്ടെന്ന് പറ. ഒരു കുറച്ച് നമ്പേഴ്സ് നമ്മൾ കോമയായിട്ട് തന്നിട്ടുണ്ട്. ഇത്രയും സംഖ്യകളുണ്ട്, നിശേഷം ഹരിക്കാൻ കഴിയണം ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ നിസ്സംശയം പറയാം, തന്നിട്ടുള്ള സംഖ്യകളുടെ എന്ത് കണ്ടുപിടിച്ചാൽ മതി? LCM കണ്ടുപിടിച്ചാൽ മതി, ലസാഗു കണ്ടുപിടിച്ചാൽ മതി, ലസാഗു കണ്ടുപിടിച്ചാൽ മതി, ലസാഗു കണ്ടുപിടിച്ചാൽ മതി. അതായത് നമുക്ക് പറയാം നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 2ന്റെയും 4ന്റെയും 5ന്റെയും ലസാഗു. മനസ്സിൽ പലർക്കും കിട്ടിക്കാണും ഇതിന്റെ ലസാഗു എത്രയാണ്? 20 ആണെന്ന് പറയാം അല്ലെ? 20 ആണെന്ന് പറയാം. ശരി, നമുക്ക് 2 കൊണ്ട് വെട്ടാൻ പറ്റൂലേ? 2 കൊണ്ട് വെട്ടുമ്പോ 2 എത്രയായിട്ട് മാറും? 1 ആയിട്ട് മാറും. 4 എത്രയായിട്ട് മാറി? 2 ആയിട്ട് മാറി. 5നെ 2 കൊണ്ട് വെട്ടാൻ പറ്റില്ല. 5 അതേപോലെ എഴുതി. ഇനി ഏതെങ്കിലും കോമൺ ആയിട്ട് വെട്ടാൻ പറ്റുമോ? ഇല്ല. നമുക്ക് പറയാം നമ്മുടെ ആൻസർ 2 ഇൻറ്റു 5, 5 ഇൻറ്റു 2 10, 10 ഇൻറ്റു 2 കിട്ടും. നമ്മുടെ ആൻസർ 20 എന്ന് പറയും. അതായത് 2, 4, 5 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ്? 20 തന്നെയാണ്. ഓർമ്മിച്ചോളഞ്ഞ്, ഇത്രയും സംഖ്യകൾ കൊണ്ട് ഒരു 2, 3, 4, 5 സംഖ്യകൾ തന്നിട്ട് ഇത്രയും സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ് എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? തന്നിട്ടുള്ള നമ്പേഴ്സിന്റെ എന്ത് കണ്ടുപിടിക്കണം? ലസാഗു കണ്ടുപിടിച്ചാൽ മതി, LCM കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. മെന്റൽ എബിലിറ്റി ചോദ്യമാണ്, പറഞ്ഞു വരാം. എന്താ സംഭവം? 9 ബന്ധപ്പെട്ടിരിക്കണം 3 അങ്ങനെയാണെങ്കിൽ 64 ബന്ധപ്പെട്ടുള്ള സിമ്പിൾ അല്ലേ? 9, 3 തമ്മിലുള്ള റിലേഷൻ എന്താണ്? 9ന്റെ സ്ക്വയർ റൂട്ട് ആണ് എന്ത്? വർഗമൂലമാണ് അല്ലേ? അതേപോലെ 64ന്റെ വർഗമൂലം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 അല്ലേ? ഇനി തിരിച്ചും പറയാം, 3ന്റെ വർഗമാണ്, സ്ക്വയർ ആണ് 9. അതേപോലെ 8ന്റെ സ്ക്വയർ ആണ് 64. അപ്പൊ നമുക്ക് പറയാം നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി, 8 എന്ന് പറയും. 8 എന്ന് പറയും. അപ്പൊ തിരിച്ചു പറയുകയാണെങ്കിൽ 9ന്റെ വർഗമൂലം 3, 64ന്റെ വർഗമൂലം എന്തായിരിക്കും? 8 ആയിരിക്കും. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ്? 8. ഓപ്ഷൻ ഡി. ചോദ്യം. സിമ്പിൾ ക്വസ്റ്റ്യൻ. ക്രമമായി പൂരിപ്പിക്കുക. ക്രമമായി പൂരിപ്പിച്ചു വരാം. 2ന്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാ 5 കിട്ടണത്? 3 കൂട്ടുമ്പോൾ അല്ലേ? 5ന്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാ 8 കിട്ടണം? 3 കൂട്ടണം. അതേപോലെ 8ന്റെ കൂടെ 3 കൂട്ടുമ്പോൾ നമുക്ക് കിട്ടി, എത്ര കിട്ടി? 11 കിട്ടി. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ക്രമമായിട്ട് പൂരിപ്പിച്ചു വരുമ്പോൾ എത്രയാ? 2ന്റെ കൂടെ 3 കൂട്ടിയപ്പോ 5, 5ന്റെ കൂടെ 3 കൂട്ടിയപ്പോ 8. അതേപോലെ 8ന്റെ കൂടെ എത്ര കൂട്ടുമ്പോ നമുക്ക് കിട്ടി? 11 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി 11 എന്ന് പറയാം. 11 പറയാം. ശരി, നല്ലൊരു ചോദ്യമാണ്. 1/10 എന്ന് പറഞ്ഞാൽ 1/10 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 0.1 ആണ് അല്ലെ? 1/10 എന്ന് പറയുമ്പോൾ 10 കൊണ്ട് ഹരിക്കുക എന്ന് പറയുമ്പോൾ മേലുള്ള നമ്പറിൽ നിന്ന് ഇടത്തോട്ട് മാറ്റി ഒരു സ്ഥാനം മാറ്റി കുത്തിട്ടാൽ മതി. അയാൾ 10/100ന്റെ ദശാംശ രൂപം എഴുതുകയാണ്. ഏതിന്റെയാ? 10/100ന്റെ ദശാംശ സംഖ്യ എഴുതുകയാണ്. ശരി, ഒരു നമ്പറിനെ 100 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ 100 കൊണ്ട് ഹരിക്കുക. ഇവിടെ നമുക്ക് 2 പരിപാടി ചെയ്യാൻ കേട്ടോ. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഈ 0 എന്ന് വിട്ടാം. എന്നിട്ട് എന്ത് തന്നെ കിട്ടും? 1/10 എന്ന് കിട്ടും. 1/10 എന്ന് പറഞ്ഞാൽ നമ്മുടെ ചോദ്യം തന്നെ തന്നിട്ടുണ്ട്. എന്താണ്? 0.1 തന്നിട്ടുണ്ട് അല്ലേ? അല്ലേ? അങ്ങനെ നമുക്ക് പറയാം എന്താണ്? ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ ആൻസർ. ഒന്നും കൂടെ 10/100ന്റെ ദശാംശ സ്ഥാനം കണ്ടുപിടിക്കാന്നാണ്. ഇതിനകത്ത് എന്തൊക്കെ വെട്ടിപ്പോവും? ഈ 0 വെട്ടിപ്പോയി. ബാക്കിയുള്ളത് എന്താണ്? 1/10. ഈ 1/10 ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. എന്ത് തന്നെയാണ്? 0.1 തന്നെയാണ്. ഇനി നമ്മൾ ഒന്നും കൂടെ നേരായ രീതിയിൽ പറയുകയാണെങ്കിൽ 10/100 എന്ന് പറയുമ്പോൾ 100 കൊണ്ട് വായിക്കുക എന്ന് പറഞ്ഞാൽ ഇടത്തോട്ട് 2 സ്ഥാനം മാറ്റി കുത്തിടുക എന്നല്ലേ? അതായത് ഇവിടെ ഇടത്തോട്ട് 2 സ്ഥാനം മാറ്റി കുത്തിടുക എന്ന് പറഞ്ഞാൽ 0.10 എന്ന് കിട്ടും. ഇനി ദശാംശ സ്ഥാനം കഴിഞ്ഞിട്ട് അങ്ങറ്റത്ത് 0 എന്ന് എന്തെങ്കിലും വില ഉണ്ടോ? അതിന് നമുക്ക് അങ്ങ് എടുത്ത് മാറ്റാം. അപ്പൊ നമ്മുടെ ആൻസർ വീണ്ടും ഒന്ന് തന്നെ കിട്ടും. 0.1 എന്ന് പറഞ്ഞിട്ട് വീണ്ടും നമുക്ക് ഉറപ്പിച്ച് പറയാം ആൻസർ എന്ത് തന്നെയാണ്? ഓപ്ഷൻ ബി തന്നെയാണ്. ചോദ്യം. മാർക്കുകളുടെ ശരാശരി കാണുക. മാർക്കുകളുടെ ശരാശരി. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ശരാശരി എന്ന് പറഞ്ഞാൽ തുക ഡിവൈഡഡ് ബൈ എണ്ണം എന്നാണ്. ഒന്നും കൂടെ, ശരാശരി എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? തുക കണ്ടുപിടിക്കണം. തന്നിട്ടുള്ള നമ്പേഴ്സിന്റെ തുക കണ്ടുപിടിക്കണം. അതിനെ എന്തുകൊണ്ട് ഭാഗിക്കണം? എണ്ണം കൊണ്ട് ഭാഗിക്കണം. അപ്പൊ ഒന്നും കൂടെ,
ശരാശരി എന്ന് പറയുന്നത് എന്താണ്? തുക ഡിവൈഡഡ് ബൈ എണ്ണം എന്നാണ്. തന്നിട്ടുള്ള നമ്പേഴ്സ് എല്ലാത്തിന്റെയും തുക കണ്ടുപിടിക്കണം. അതിനെ എണ്ണം കൊണ്ട് ഭാഗിക്കുമ്പോൾ എന്ത് കിട്ടും? ശരാശരി കിട്ടും. അതായത് ഇവിടുത്തെ തുക എന്ന് പറഞ്ഞാൽ ഏതൊക്കെ തമ്മിൽ കൂട്ടണം? 52 അധികം 62 അധികം 32 അധികം 42 അധികം 22 ഡിവൈഡഡ് ബൈ എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5 അല്ലേ? ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ മതി. ശരി, എല്ലാം കൂടെ കൂട്ടി വെക്കാം. 50ഉം 60ഉം കൂടെ കൂട്ടുമ്പോ 50ഉം 60ഉം കൂടെ കൂട്ടുമ്പോ എത്ര കിട്ടും? 110 എന്ന് കിട്ടും. 110, 30, 140, 140ഉം 40ഉം 180ഉം 20ഉം 200 എന്ന് കിട്ടും. 200 എല്ലാത്തിലും രണ്ടുണ്ടല്ലേ? അതായത് നമുക്ക് എന്തെന്ന് കിട്ടി? 210 എന്ന് പറയുന്നുണ്ട് തുക. 210 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുന്നുണ്ട്. 5ൽ 5 ഒരു പ്രാവശ്യം, 21ൽ 5 4 പ്രാവശ്യം, 10ലാണെങ്കിൽ 2 പ്രാവശ്യം കിട്ടി. 42 എന്ന് പറയും. കിട്ടും 42. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ്? 42. അപ്പോ വേറെ ഒന്നുമില്ല. അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ ഒന്ന് പഠിച്ചു വെച്ചോളാം. ശരാശരി എങ്ങനെയാണ് കാണുന്നത്? തന്നിട്ടുള്ള നമ്പേഴ്സിനെ എല്ലാം കൂടെ കൂട്ടണം. അതിനെ എണ്ണം കൊണ്ട് വായിച്ചാൽ മതി. തുക ഡിവൈഡഡ് ബൈ എണ്ണം എന്നാണ്. ശരാശരി എന്ന് പറഞ്ഞാൽ തുക കണ്ടുപിടിക്കണം അല്ലെ? തന്നിട്ടുള്ള നമ്പർ എല്ലാം കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടി? 210 കിട്ടി. അതിനെ എണ്ണമായ 5 എണ്ണം അല്ലേ അത് തന്നിരിക്കുന്നത്? അപ്പൊ 5 കൊണ്ട് എണ്ണമായ 5 കൊണ്ട് ഭാഗിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 42. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി. ഇത് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ? 1/2 പ്ലസ് 3/4 മൈനസ് 1ന്റെ വില എത്ര? ഇത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷനോ എൽസിയമോ അങ്ങനെ എന്തെങ്കിലും എടുക്കേണ്ട ആവശ്യം? എടാ നമുക്ക് ഒന്നല്ല എന്ന് പറഞ്ഞു 1/2 എന്ന് പറയാൻ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ എങ്ങനെ പറയും? അര എന്നല്ലേ പറയണം ഈ സാധനം. ഇതിന് അര എന്നല്ലേ പറയാം. 3/4 എന്ന് കണ്ടാൽ നമ്മളെ മനസ്സിൽ പറഞ്ഞാൽ അത് മുക്കാലാണ്. ഒന്നും കൂടെ 1/2 എന്ന് പറഞ്ഞാൽ അരയാണ്. 3/4 എന്ന് കണ്ടാൽ എങ്ങനെ പറയും? മുക്കാലാണ്. ഒന്നും കൂടെ 1/2 എന്ന് പറഞ്ഞാൽ അര. 3/4 എന്ന് പറഞ്ഞാൽ എന്താണ്? മുക്കാലാണ്. അരയും മുക്കാലും കൂടെ കൂട്ടി പറ. അരയും മുക്കാലും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 1/4 അല്ലയോ കിട്ടണേ? അല്ലേ? അരയും മുക്കാലും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 1/4 കിട്ടും അല്ലേ? ആ 1/4 നിന്ന് 1 കുറയ്ക്കുമ്പോൾ 1/4 നിന്ന് 1 കുറയ്ക്കുമ്പോൾ നമുക്ക് 4 കിട്ടും അല്ലേ? 1/4 നിന്ന് 1 കുറയ്ക്കുമ്പോൾ 1/4 നിന്ന് 1 അങ്ങ് കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന 4 അല്ലേ? 1/4 ഭാഗമല്ലേ? 4 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/4 അല്ലേ? സിമ്പിൾ. എങ്കിൽ പോലും നോക്കേണ്ടി വന്നില്ല. നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റി. നമ്മുടെ ആൻസർ എന്തായിരിക്കും? 1/4. ഒന്നുകൂടെ 1/2 എന്ന് പറഞ്ഞാൽ അരയാണ്. 3/4 എന്ന് പറഞ്ഞാൽ അല്ലേ? 3/4 എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ 1/2 എന്ന് പറഞ്ഞാൽ അരയാണ്. 3/4 എന്ന് പറഞ്ഞാൽ എന്താണ്? 3/4 എന്ന് പറഞ്ഞാൽ മുക്കാലാണ്. അരയും മുക്കാലും കൂടെ കൂട്ടുമ്പോൾ 1/4 കിട്ടും. 1/4 കിട്ടും. 1/4 നിന്ന് 1 കുറയ്ക്കും. 1/4 ചോദിക്കും. 1/4 നിന്ന് 1 കുറയ്ക്കും. 1/4 നിന്ന് 1 കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? കാല്. 1 പോയി കഴിഞ്ഞാൽ ബാക്കി കാലാണ്. കാലെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം 1/4. അപ്പൊ നമ്മൾ 3 കാര്യങ്ങൾ മനസ്സിലാക്കി. കാലെന്ന് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞു 1/4 ആണ്. അര എന്ന് പറഞ്ഞാൽ 1/2 ആണ്. മുക്കാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 3/4 ആണ്. 3/4. ഓക്കെ അല്ലേ? ഓക്കെ. അടുത്ത ചോദ്യം. 15/p 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 ഈക്വൽ ടു 3 എങ്കിൽ പി എത്രയാണ്? ഒന്നും കൂടെ 15/p ഈക്വൽ ടു 3 എങ്കിൽ പിയുടെ വില എത്രയാണ്? ശരി, നമുക്ക് ആവശ്യം പി ആണ്. ഞാൻ ഈ പീനെ അത് ഇങ്ങോട്ട് കൊണ്ടുപോയിക്കും. ഈ 3നെ ഇങ്ങ് താഴോട്ട് കൊണ്ടുപോയിക്കും. അപ്പൊ ഒന്നും കൂടെ നമുക്ക് ആവശ്യം പി ആണ്. ഞാൻ പി അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോയി 3നെ ഇങ്ങ് താഴോട്ട് കൊണ്ടുപോയി. അതായത് നമുക്ക് ഇവിടെ പറയാം 15/3 15/3 ഈക്വൽ ടു എന്ന് പറയാം. പി ഇങ്ങ് ഇപ്പുറത്ത് വന്നു അല്ലെ? പി എന്ന് പറയാം. അപ്പൊ ഒന്നും കൂടെ 15/p ഈക്വൽ ടു 3 എന്നാണ്. ഈ പീനെ നമുക്ക് ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് കൊണ്ടുവരാം. ഈ 3നെ നമുക്ക് എന്ത് ചെയ്യാം? ക്രോസ് ചെയ്ത് ഇങ്ങ് താഴെ കൊണ്ടുപോയിക്കാം അല്ലെ? അപ്പൊ പി അങ്ങ് അപ്പുറത്ത് പോയി. അവിടെ ഇരുന്ന 3 ഇങ്ങ് താഴെ വന്നു. ഇനി പറ 15/3 എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എത്രയാണ്? 15/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ആണ്. അതായത് 5 ഈക്വൽ ടു പി എന്ന് പറഞ്ഞു കിട്ടി. പറ പി എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 5 എന്ന് പറഞ്ഞു കിട്ടി. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി 5 എന്ന് പറയാം. ഓപ്ഷൻ ബി 5. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഇവിടെ നിന്ന് ഓപ്ഷനിൽ നിന്ന് കേട്ട് ഓപ്ഷൻ ബി ഇവിടെ പിയുടെ സ്ഥാനത്ത് 5 എന്ന് പറഞ്ഞിട്ട് കൊടുക്കണമെങ്കിൽ 15/5 തന്നെ കിട്ടും. നമ്മുടെ ആൻസർ 3 എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കിട്ടും. സിമ്പിൾ ആണ്. ചോദ്യം. ഒരു വരിയിൽ ദിയ മുന്നിൽ നിന്ന് 8-മതും പിന്നിൽ നിന്ന് 5-മതുമാണെങ്കിൽ
ആ വരിയിൽ ആകെ എത്ര പേരുണ്ടെന്നാണ്. അപ്പൊ ഒന്നും കൂടെ ഒരു വരിയുണ്ട്. അതിൽ ദിയ ദാ ഇവിടെ നിൽക്കുകയാണ്. ദിയ എവിടെ നിൽക്കുകയാണ്? ലൈക് ദിയ എന്ന് പറഞ്ഞാൽ മുന്നിൽ നിന്ന് എത്രാമതാണ്? ദിയ ഒരു വരിയിൽ മുന്നിൽ നിന്ന് എട്ടാമത്തെ ആളെന്നാ പറഞ്ഞിരിക്കുന്നത്. ഫ്രണ്ടി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഫ്രണ്ടി എന്ന് പറയുകയാണെങ്കിൽ എട്ടാമത്തെ ആളെന്നാണ്. അപ്പൊ ദിയ ഇവിടെ എട്ടാമത്തെ ആളാണെങ്കിൽ ദിയയ്ക്ക് ഫ്രണ്ടിൽ എത്ര പേര് കാണും? 7 പേര് കാണും. ദിയയുടെ മുന്നിൽ 7 പേര് കാണും. വീണ്ടും നമ്മൾ ഇനി ബാക്കി എന്ന് പറയുകയാണെങ്കിൽ പിന്നിൽ നിന്ന് അഞ്ചാമതെന്നാ പറഞ്ഞിരിക്കുന്നത്. പിന്നിൽ നിന്ന് അഞ്ചാമത്തെ ആളാണെങ്കിൽ ദിയയുടെ ഇപ്പുറത്തോട്ട് എത്ര പേര് കാണും? 4 പേര് കാണും. അല്ലേ? പിന്നിൽ നിന്ന് അഞ്ചാമതാണെങ്കിൽ അതിന്റെ ഫ്രണ്ടിലോട്ട് 4 പേര് കാണും. അഞ്ചാമത്തെ ആളാണ് ദിയ. ഇനി എങ്കിൽ ഈ വരിയിൽ ആകെ എത്ര പേരുണ്ടെന്നല്ലേ ചോദ്യം. ദാ ഇവിടെ 7 പേര്, ഇവിടെ 4 പേര്, ദിയയും കൂടെ ഉൾപ്പെടെ, അതായത് 7ഉം 4ഉം 11ഉം 1ഉം ടോട്ടൽ എത്ര പേരുണ്ട്? 12 പേരുണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. ഒന്നും കൂടെ ഒരു വരിയിൽ ദിയ ഫ്രണ്ടിന്ന് പറയുകയാണെങ്കിൽ എത്രാമതാണ്? എട്ടാമതാണ്. ഇനി ബാക്കി എന്ന് പറയുകയാണെങ്കിൽ എത്രാമതാണ്? അഞ്ചാമതാണ്. ഇനി ഫ്രണ്ടിൽ നിന്ന് എട്ടാമതെന്ന് പറഞ്ഞാൽ ദിയയ്ക്ക് മുന്നേ എത്ര പേര് കാണും? 7 പേര് കാണും. ബാക്കിൽ നിന്ന് അഞ്ചാമെന്ന് പറയുമ്പോൾ അതിന് അവിടെ ദിയയുടെ ബാക്കിലോട്ട് എത്ര പേര് കാണും? 4 പേര് കാണും. അപ്പൊ ഈ 4 പേരും ഈ 7 പേരും കൂടെ ആയപ്പോൾ എത്രയായി? 11 പേരായി. പിന്നെ ദിയയും കൂടെ ഉൾപ്പെടുത്തി നമ്മൾ പറയുമ്പോൾ ടോട്ടൽ 12 പേരാണ് ആ വരിയിലുള്ളത്. 12 പേരാണ്. ഇനി ഇങ്ങനെ പറഞ്ഞ ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ പറയുന്ന 8ഉം 5ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 13 കിട്ടും. അതിൽ നിന്ന് ഒന്ന് കുറച്ച് മതി. അല്ലേ? ഫ്രണ്ടിൽ നിന്ന് എത്രാമതാണ്, ബാക്കിൽ നിന്ന് എത്രാമത് പറയണമെങ്കിൽ ആ പറയുന്ന രണ്ട് നമ്പേഴ്സും കൂടെ കൂട്ടിയിട്ട് ഒന്ന് കുറച്ച് കൊടുത്താൽ മതി. ഒന്ന് കുറച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ആൻസറിലോട്ട് പെട്ടെന്ന് എത്താൻ പറ്റും. അങ്ങനെയും പറയാം നമ്മുടെ ആൻസർ അത് തന്നെയാണ്, 12. ചോദ്യം: 3ന്റെ ഗുണിതമായി വരുന്ന ഏറ്റവും ചെറിയ മൂന്നക്ക എണ്ണൽ സംഖ്യ എന്നാണ്. 3ന്റെ ഗുണിതമായിട്ട് വരുന്ന ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ എന്നാണ്. ഒന്ന്. അപ്പോ മൂന്നക്ക എണ്ണൽ സംഖ്യ എന്നാണ് ഇതിനകത്ത്. അത് ശ്രദ്ധിച്ചോളണം. മൂന്നക്കമുള്ള, നമുക്കറിയാം മൂന്നക്കമുള്ള സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഏത് മുതൽ ഏത് വരെയാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം 100 മുതൽ 999 വരെയുള്ള സംഖ്യകൾ. ഒന്നുകൂടെ, 100 മുതൽ 999 വരെയുള്ള സംഖ്യകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മൂന്നക്ക സംഖ്യകൾ. അപ്പോ ഇത്രയേ ഉള്ളൂ. 3ന്റെ ഗുണിതമായിട്ട് വരുന്ന മൂന്നക്ക എണ്ണൽ സംഖ്യകളാണ്. അതായത് 100 മുതൽ 999 വരെയുള്ളതിൽ 3ന്റെ ഗുണിതമായിട്ട് വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്നാണ്. ഇനി നമുക്കറിയാം ഈ 100ന് തൊട്ട് മുന്നേ ഉള്ള 3ന്റെ ഗുണിതം ഏതാണ്? 99 അല്ലേ? നമ്മുടെ മനസ്സിൽ കിട്ടൂലേ? അല്ലെ? 99 എന്ന് പറഞ്ഞാൽ 3ന്റെ ഗുണിതമാണ് അല്ലെ? നമുക്ക് ഈ പറയുന്ന 99 എന്ത് ചെയ്യാൻ പറ്റും? 3 കൊണ്ടൊക്കെ വായിക്കാൻ പറ്റും. 33 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ 99 ഈ 99ന്റെ കൂടെ ഒരു 3 കൂടെ കൂട്ടി കൊടുത്താൽ മതി. 99ന്റെ കൂടെ 3 കൂട്ടുമ്പോൾ നമുക്ക് കിട്ടും 102 ഏറ്റവും ചെറിയ മൂന്നക്കമുള്ള 3ന്റെ ഗുണിതമായിട്ടുള്ള എണ്ണൽ സംഖ്യ. അതായത് നമ്മുടെ ആൻസർ 102 എന്ന് പറയുന്നത്. അപ്പൊ ഒന്നും കൂടെ എങ്ങനെയാണ്? ഇനി ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 101നെ 3 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. ഈ 100നെ പൂർണ്ണമായിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. 109നെ പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. ഇല്ലേ? അതേപോലെ 102നെയൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അങ്ങനെയൊന്നും വേണ്ട. നമ്മുടെ മനസ്സിൽ ജസ്റ്റ് ഒന്ന് കൊണ്ടുവരണം. അല്ലെ? രണ്ടക്കമുള്ള, അല്ലെങ്കിൽ 100ന് നമുക്കറിയാം 100 മുതൽ 999 വരെയാണ് നമുക്ക് ആവശ്യം. ആ 100ന് തൊട്ട് മുമ്പെയുള്ള നമ്പർ 99 എന്താണ്? 3ന്റെ ഗുണിതമാണ്. 3ന്റെ ഗുണിതമാണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന, അല്ലെ? അതിന്റെ കൂടെ 99ന്റെ കൂടെ ഒരു 3 കൂട്ടുമ്പോൾ 102 എന്ന് പറയുന്നുണ്ട്. അല്ലെ? മൂന്നിന്റെ ഗുണിതങ്ങൾ എന്ന് പറയുമ്പോൾ 3 വെച്ച് കൂടി പോകുന്ന നമ്പേഴ്സിനെയാണ് 3ന്റെ ഗുണിതങ്ങൾ എന്ന് പറയുന്നത്. അല്ലെ? ഈ പറഞ്ഞ 99 ആണെങ്കിൽ അതിനോട് 3 കൂട്ടി 102 3ന്റെ ഗുണിതമാണ്. അതിന്റെ കൂടെ ഒരു 3 കൂടെ കൂട്ടുമ്പോൾ 105 3ന്റെ ഗുണിതമാണ്. അതിന്റെ കൂടെ ഒരു 3 കൂട്ടുമ്പോൾ 108 3ന്റെ ഗുണിതമാണ്. നമുക്ക് ആവശ്യം ഒന്നാണ്, ഏറ്റവും ചെറുതാണ്. അപ്പൊ നമ്മുടെ ആൻസർ നമുക്ക് ഉറപ്പിച്ച് പറയാം 102. ഓക്കെ അല്ലേ? ചോദ്യം: അപ്പൊ ഈ ഒരു ടൈപ്പ് ചോദ്യം നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. 5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25 ആണ്. അങ്ങനെയാണെങ്കിൽ 0.5ന്റെ സ്ക്വയർ എത്രയാണ്? 0.5ന്റെ സ്ക്വയർ എത്രയാണ്? അപ്പൊ ഒന്നും കൂടെ, 5ന്റെ സ്ക്വയർ 25 ആണെങ്കിൽ 0.5ന്റെ നമ്മൾ പോയിന്റ് മാറ്റിയിട്ട് 5ന്റെ സ്ക്വയർ ആണെങ്കിൽ എന്തായിരുന്നു? 25 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ 0.5ന്റെ ആണെങ്കിൽ ഇവിടെ എത്ര ദശാംശ സ്ഥാനങ്ങളുണ്ടോ അതിന്റെ ഇരട്ടി സ്ഥാനങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. അതിന്റെ ഇരട്ടി സ്ഥാനം എന്ന് പറയുമ്പോൾ ഇവിടെ 2 സ്ഥാനം വേണ്ടേ? ഇവിടെ ഒരു സ്ഥാനം ആയതുകൊണ്ട് ഇവിടെ ഒരു സ്ഥാനമാണ് ഉള്ളത്. അപ്പൊ അതിന്റെ ഇരട്ടി സ്ഥാനം എന്ന് പറയുമ്പോൾ 2 സ്ഥാനം വരും. നമ്മുടെ ആൻസർ 0.25 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി 0.25. അപ്പൊ ഒന്നും കൂടെ, 5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 ആണ്. അതേപോലെ 0.5ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 നമ്മൾ എഴുതുവേ, 25 എഴുതും.
ഇനി 0.5 എത്ര സ്ഥാനങ്ങളാണുള്ളത്? 1 ദശാംശ സ്ഥാനങ്ങളാണുള്ളത്. അതിന്റെ ഇരട്ടി സ്ഥാനങ്ങൾ ഇട്ട് കൊടുക്കണം. ഇരട്ടി സ്ഥാനം എന്ന് പറയുമ്പോൾ 2 സ്ഥാനം വേണം. അപ്പൊ വലതുനിന്ന് ഇടത്തോട്ട് ഇടുമ്പോൾ 0.25 എന്ന് പറയും. 0.25 എന്ന്. അപ്പൊ നമ്മുടെ ആൻസർ 0.25, ഓപ്ഷൻ ബി ആണ്. വലിയ പ്രശ്നക്കാരില്ലാത്ത ചോദ്യങ്ങളാണ് എല്ലാം. ചോദ്യം എഴുതി പോലും നോക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞു വരാം. 8 രൂപ കൂടി കിട്ടിയാൽ രാജുവിന് 100 രൂപ തികയ്ക്കാമായിരുന്നു എങ്കിൽ രാജുവിന്റെ കയ്യിൽ എത്ര രൂപയുണ്ടെന്നാണ്. ഒന്നുകൂടെ. 8 രൂപ. അയ്യോ പറയാൻ രാജു പറയടാ, ഒരു 8 രൂപ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് 100 രൂപ തികയാണ്. ഒന്നുകൂടെ രാജു പറയാനുള്ള എനിക്കൊരു 8 രൂപ ഉണ്ടായിരുന്നെങ്കിൽ 100 രൂപ തികയ്ക്കാൻ. ഒരു 8 രൂപ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് 100 രൂപ തികയ്ക്കാൻ. പറ, മനസ്സിൽ കിട്ടിയില്ലേ? അപ്പൊ രാജുവിന്റെ കയ്യിൽ ഇപ്പൊ എത്ര രൂപ കാണുമായിരിക്കും? 92 രൂപ ഉണ്ട്. എടാ, ഒരു 8 രൂപ ആയിരുന്നെങ്കിൽ എനിക്ക് 100 രൂപയാണ്. എന്റെ കയ്യിൽ 92 രൂപ ഉണ്ട്. ഒരു 8 രൂപ ആയിരുന്നെങ്കിൽ 100 രൂപ കിട്ടിയില്ലേ? എന്ത് ചെയ്താൽ മതി? ഈ 100ൽ നിന്ന് 8 കുറച്ചാൽ മതി അല്ലേ? 100 മൈനസ് 8 കിട്ടും 92. അതായത് രാജുവിന്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള കാശ് എന്ന് പറയുന്നത് ഇത്രയാണ്, 92 രൂപയാണ്. 92 രൂപ. ചോദ്യം. പാറ്റേൺ നോക്കി പൂരിപ്പിക്കാം. 1 × 3 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ മൈനസ് 1. 2 × 4 എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ മൈനസ് 1. 3 × 5 എന്ന് പറഞ്ഞാൽ 4 സ്ക്വയർ മൈനസ് 1. ഇപ്പൊ നോക്കിയേ, പാറ്റേൺ പിടികിട്ടിയ. ഇവിടെ 1 വന്നപ്പോ 1ന്റെ കൂടെ 1 കൂട്ടി ഇവിടെ 2 വന്നല്ലേ, 2ന്റെ സ്ക്വയർ. ഇവിടെ 2 വന്നപ്പോ 2ന്റെ കൂടെ 1 കൂട്ടി 3ന്റെ സ്ക്വയർ ഇവിടെ എഴുതി. ഇവിടെ 3 വന്നപ്പോ 3ന്റെ കൂടെ 1 കൂട്ടി 4ന്റെ സ്ക്വയർ ഇവിടെ എഴുതി. അതേപോലെ ഇവിടെ 10 വരുമ്പോ 10ന്റെ കൂടെ 1 കൂട്ടി 11ന്റെ സ്ക്വയർ നമ്മൾ എഴുതി. ഓക്കെ അല്ലേ? അപ്പൊ അവിടെ പൂരിപ്പിക്കേണ്ടതാണ് 11 സ്ക്വയർ എന്നാണ് പൂരിപ്പിക്കേണ്ടത്. ഇനി നമ്മൾ തന്നെ ആലോചിച്ചു, 10 × 20 എന്ന് പറയുമ്പോൾ 120 ആണ്. ആ 120 എങ്ങനെ കിട്ടും? 11ന്റെ സ്ക്വയർ ആയ 121 നിന്ന് 1 കുറയ്ക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? 120 കിട്ടുന്നത്. അപ്പൊ ആ ഒരു പാറ്റേൺ മനസ്സിലാക്കുക. ഇവിടെ 1 വന്നപ്പോ 1ന്റെ കൂടെ 1 കൂട്ടി 2ന്റെ സ്ക്വയർ. ഇവിടെ 2 വന്നപ്പോ 2ന്റെ കൂടെ 1 കൂട്ടി 3ന്റെ സ്ക്വയർ. ഇവിടെ 3 വന്നപ്പോ 3ന്റെ കൂടെ 1 കൂട്ടി 4ന്റെ സ്ക്വയർ. ഇവിടെ 10 വന്നപ്പോ 10ന്റെ കൂടെ 1 കൂട്ടി 11ന്റെ സ്ക്വയർ. സെറ്റാണ്. നമ്മുടെ ആൻസർ 11ന്റെ സ്ക്വയർ. 11ന്റെ സ്ക്വയർ. ചോദ്യം. 11 സെന്റിമീറ്റർ നീളവും 8 സെന്റിമീറ്റർ വീതിയുമുള്ള ചതുരത്തിന്റെ പരപ്പളവ് എത്ര എന്നാണ്? ഒന്നും കൂടെ, ചതുരത്തിന്റെ നീളവും വീതിയും ഒക്കെ എത്രയാണ്? 11 സെന്റിമീറ്റർ നീളവും 8 സെന്റിമീറ്റർ വീതിയൊക്കെ ഉള്ള ഒരു ചതുരം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, നിങ്ങൾക്ക് അറിയാം ചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ നീളം ഗുണം വീതി എന്നാണ്. നീളം ഗുണം വീതി എന്നാണ്. ഒന്നുകൂടെ, ചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ നീളം ഗുണം വീതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇവിടത്തെ നീളമായ 11 × വീതിയായ 8 ചെയ്യുമ്പോൾ 11 × 8 എന്ന് പറഞ്ഞാൽ 88 പറഞ്ഞിട്ട് നമ്മുടെ ആൻസർ ഓപ്ഷൻ എ 88 ചതുരശ്ര സെന്റിമീറ്റർ എന്ന് പറയും. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ പറയടാ, അയ്യോ ചതുരത്തിന്റെ ഈ പറയുന്ന 2D ഒന്നും ജോമെട്രി ഒന്നും നമുക്ക് സിലബസിൽ ഇല്ലാത്തതാണല്ലോ. പക്ഷെ അങ്ങനൊന്നും ഇല്ല. LGS പരീക്ഷകൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചതുരം, സാധ്യത ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ ഇതേപോലത്തെ ബേസിക് കാര്യങ്ങൾ ജസ്റ്റ് അറിയില്ല. നമുക്ക് വലിയ കണക്കുകളൊന്നും ചോദിക്കുന്നില്ല. ചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നീളം ഗുണം വീതി. സമചതുരമാണെങ്കിൽ അതായിരിക്കും A സ്ക്വയർ ആയിരിക്കും. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ എല്ലാവരും ഒരു 7ാം ക്ലാസ് ക്വാളിഫിക്കേഷനുള്ള ചോദ്യമാണ്. അത്യാവശ്യം നമ്മൾ 7ാം ക്ലാസ് ലെവലിലൊക്കെ പഠിക്കുന്നത് തന്നെയാണ്. ഓക്കെ. അപ്പൊ ഇവിടെ നീളം ഗുണം വീതിയാണ്. അപ്പൊ നമ്മുടെ ആൻസർ എത്രയെന്ന് പറഞ്ഞിട്ടും 88 എന്ന് പറയും. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത 2024 മെയ് മാസത്തിൽ നടന്ന LGS പരീക്ഷയ്ക്ക് 25ാം തീയതി മെയ് 25ാം തീയതി നടന്ന LGS പരീക്ഷയ്ക്ക് ചോദിച്ച 20 ചോദ്യങ്ങൾ. നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടിക്കാണ്. അത്യാവശ്യം അങ്ങനെ പ്രശ്നക്കാരനായ ചോദ്യങ്ങളൊന്നുമില്ല. എല്ലാം അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് അല്ലേ? അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമുക്ക് ഇനിയും LGS പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യുന്ന സെഷൻസ് നമുക്ക് ചെയ്യാം. കണ്ടിന്യൂസ് ആയിട്ട് LGSന്റെ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ LGSന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് പോവാം. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.